എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. ബദ്രൂസ് വ്ലോഗ് എന്ന എൻ്റെ പുതിയ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സഹകരിക്കണം കേട്ടോ. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. തോട്ടത്തിലിവിടെ പാലെടുക്കാൻ വന്നു കേട്ടോ. ഞാനും അയ്യാൻകുട്ടിയും വന്നിട്ടുണ്ട്. കുട്ടികളൊക്കെ സ്കൂളിൽ പോയി. അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പുറത്തോട്ടമൊക്കെ. പിന്നെ ഇവിടെ പാലെടുക്കണം. ഇതൊരു 200 ചില്ലറ മരമുണ്ട് കേട്ടോ. എനിക്ക് അത്ര ഓർമ്മയില്ല. ഇത് പാലെടുക്കണം. പിന്നെ ഇതാണ് കേട്ടോ, ഇനി ഞങ്ങളിവിടെ താമസിക്കുകയാണെങ്കിൽ ഇതാണ് കേട്ടോ താമസിക്കാൻ വരുന്ന വീട്. അപ്പോൾ എൻ്റെ പഴയ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ അറിയാൻ കഴിയും ഈ വീടും പരിസരമൊക്കെ. പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ വ്യക്തമായിട്ടൊക്കെ പറയുന്നത്. അപ്പോൾ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു, ഭക്ഷണമൊക്കെ കൊണ്ടുവന്നു. ഞാനിവിടെ വന്നിട്ടാണ് കഴിച്ചത്. 9:15 ബസ്സിന് അവിടെ നിന്ന് വന്നു കേട്ടോ. 10 രൂപ കൊടുത്താൽ മതി. കളറിൻ്റെ അവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റും. പിന്നെ ഇക്ക ചിലപ്പോൾ അങ്ങോട്ട് വരും വിളിക്കുക, അല്ലെങ്കിൽ ഞാനും മോനും കൂടെ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരും. അയ്യാൻകുട്ടി വീഴും ഇങ്ങോട്ട് വാ. അപ്പോൾ അവന് ചെറിയൊരു കുടയൊക്കെ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കേണ്ട മോനെ അംഗൻവാടിയിലൊക്കെ ആക്കിക്കൂടെന്ന് കേട്ടോ. അപ്പോൾ ഭയങ്കര കരച്ചിലാണ്. അവ അവിടെ പോയാൽ ബാത്റൂം വന്നാലൊന്നും പറയുന്നില്ല. പിന്നെ 10 മണിക്കാണ് അംഗൻവാടി തുറക്കുക. അംഗൻവാടിക്ക് പോകാൻ പറ്റുള്ളൂ. നമുക്ക് അവിടെ നിന്ന് എനിക്ക് ബസ്സാണെങ്കിൽ 9:15 കേട്ടോ. അപ്പോൾ ഇനി മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് അവനെ അംഗൻവാടിയിലൊക്കെ ആക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കാണാം. ഇനി ഇവിടെയൊക്കെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഞാൻ എൻ്റെ കുറേ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇങ്ങോട്ട് വരുള്ളൂ കേട്ടോ. ഇവിടെ കുറച്ചൊക്കെ വെള്ളമൊക്കെ അടിച്ചിട്ടുണ്ട്. ഇനി ഫുള്ളൊന്ന് വൈറ്റ് വാഷൊക്കെ ഒന്നും കൂടെ ചെയ്യണം. നല്ലപോലെ ഒന്ന് കഴുകി തുടച്ച് ക്ലീൻ ആക്കിയിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. ഇപ്പോൾ തൽക്കാലം ഇവിടെ ഒരു ഇൻഡക്ഷൻ കുക്കർ, പിന്നെ ചായയൊക്കെ ഇടാൻ ഒരു പാത്രം, കപ്പ്, 2-3 ഗ്ലാസ് അതൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ പാലെടുക്കലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ മഴയൊക്കെ പെയ്ത് അങ്ങനെ ക്ഷീണിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഗ്ലാസ് കട്ടനൊക്കെ ഇട്ട് കുടിക്കുക, ചൂടുവെള്ളം വേണമെങ്കിൽ ഇട്ട് കുടിക്കാമല്ലോ എന്ന് കരുതിയിട്ട്. പിന്നെ ഇതാണ് റൂം, ഞങ്ങൾ ഉപയോഗിക്കുന്ന റൂം കേട്ടോ. കിടക്കാനൊക്കെ ഉപയോഗിക്കുന്ന റൂമൊക്കെ ഇതാണ്. പിന്നെ അടുക്കളയിൽ ബൾബൊന്നും ഇട്ടിട്ടില്ല. ബൾബ് ഉണ്ടല്ലേ, ഇത് കണ്ടില്ലേ. അപ്പോൾ ഞാൻ എൻ്റെ പഴയ വീഡിയോയിലൊക്കെ എൻ്റെ കൂട്ടുകാർക്ക് ഒരുപാട് അറിയാം. ഞാൻ ഈ അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യുന്നതും വീഡിയോ ഇട്ടത്, ആ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇതാണ് അടുക്കള, കുഞ്ഞടുക്കളയാണ്. വിറകൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് നമുക്ക്. പിന്നെ നമ്മുടെ സിങ്കൊക്കെ ഇനി സെറ്റ് ചെയ്യണം. പിന്നെ ഇവിടെ അങ്ങനെ വാതിലൊക്കെ വെച്ചിട്ട് ഒരു പഴയ വാതിൽ അവിടെ ഉണ്ട്. അതിവിടെ എന്താണ് ഹോളോ ബ്രിക്സ് ഉണ്ടല്ലോ, ഇതിവിടെ വെച്ചിട്ട് അതിൻ്റെ മേലെ വാതിലിങ്ങനെ വെച്ച് ഒരു മേശ പോലെ ആവട്ടെ. അപ്പോൾ ഇവിടെ തന്നെ ഗ്യാസ് അടുപ്പ് വെക്കാനും അങ്ങനെയുള്ള സൗകര്യമൊക്കെ, അതൊക്കെ നമുക്കിനി സെറ്റ് ചെയ്തിട്ടൊക്കെ കാണാം. കുറച്ച് കഴിയും ഞങ്ങളെന്തായാലും ഇനി ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. ഇതാണ് ഇത്. പിന്നെ മുതലാളിമാരിൻ്റെ സാധനങ്ങൾ, പണി സാധനങ്ങളൊക്കെ ഇട്ട റൂമാണ് കേട്ടോ. അപ്പോൾ ഇനി മുതൽ ഇതും നമ്മൾ ഉപയോഗിക്കാൻ എടുക്കും. അപ്പോൾ ഇവിടെ ഒക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കാനുണ്ട് കേട്ടോ. പിന്നെ ഒരു കുടമൊക്കെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. കിണറിന് ഒരു കുടം വെള്ളമൊക്കെ എടുത്ത് എപ്പോഴും ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കും. ഇതിപ്പോൾ ഞാനിന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. കഴിക്കാനുള്ളതൊക്കെ കൊണ്ടുവന്നതാണ്. പുട്ടാണ് കേട്ടോ, പുട്ടും ക്യാരറ്റ് ഉപ്പേരിയും. അപ്പോൾ എനിക്ക് പുട്ട് പറ്റില്ല. എനിക്കുള്ള ചോറും തൈരും ഉരുളക്കിഴങ്ങ് പൊരിച്ചതും അതൊക്കെ ഞാൻ ഇതിലാക്കിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചോറ് വന്നതും കഴിച്ചു. ഇതിൽ തൈരാണ്. പിന്നെ ഉപ്പൊക്കെ കുറച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് കുട്ടികൾക്ക് കലക്കിപ്പാറുന്ന ദോശയാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അതും ഒരു 3-4 കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് എടുത്തിട്ടുണ്ട്. അയ്യാൻകുട്ടി എന്താ എപ്പോഴാണ് എന്ത് വേണം എന്ന് പറയുന്നൊന്നും അറിയില്ല. അവൻ ഇവിടെ വന്നതും പുട്ട് വേണം എന്ന് പറഞ്ഞ് പുട്ട് കൊടുത്തപ്പോൾ അവൻ കഴിച്ചില്ല കേട്ടോ. കുറച്ചേ കഴിച്ചുള്ളൂ. അത് നമ്മളങ്ങനെ മൂടി വെച്ചിരിക്കുകയാണ്. കുറച്ചേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ മോനെ അവിടെ അങ്ങനെ നിർത്തിയിട്ട് ഞാനിങ്ങനെ തോട്ടത്തിൽ പാലൊക്കെ എടുക്കാൻ പോകും. പിന്നെ എനിക്ക് ഡ്രസ്സൊക്കെ വർക്കിംഗ് ഡ്രസ്സൊക്കെ മാറണം. ഇതാ കണ്ടില്ലേ. ഇപ്പോൾ ഇവിടെ നിന്ന് ഈ അറ്റം വരെ, ഈ ലാസ്റ്റ് വരില്ല, ഈ തോട്ടത്തിൻ്റെ ഒരു 3/4 ഭാഗം വരെ ഇന്ന് പാലെടുക്കും കേട്ടോ. പാലെടുത്ത് ഷീറ്റ് ഉറയൊഴിച്ച് വെക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ ലൈക്ക് അടിക്കാൻ ആരും മറക്കല്ലേ. അപ്പോൾ ആദ്യത്തെ ഒരു ചാനലിട്ട് നമുക്കതിൽ വലിയ മുന്നേറ്റമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് വീണ്ടും പുതിയൊരു ചാനലൊക്കെ ഇട്ടത്. അപ്പോൾ നിങ്ങളുടെ സഹകരണം സപ്പോർട്ടൊക്കെ എനിക്ക് എന്തായാലും വേണം കേട്ടോ.